കഴിഞ്ഞ നാളുകളായിട്ട് നമ്മൾ എഫേഷ്യർക്ക് ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫേഷ്യർക്ക് ലേഖനം നമ്മൾ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വരെ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 4-ാം അധ്യായം മുതൽ 6-ാം വാക്യം വരെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഒരു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങളാണ്, റെസ്പോൺസിബിലിറ്റീസ് ഇൻ ക്രൈസ്റ്റ്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. ഹല്ലേലൂയ. 4-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു, നമ്മളോട് ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ, ഐക്യതയിൽ നടക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. 1 മുതൽ 16 വാക്യങ്ങൾ നമ്മൾ അത് പഠിച്ചിരുന്നു. 4-ന്റെ 17 മുതൽ 5-ന്റെ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധിയിൽ നടക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളോട് ഉപദേശിക്കുകയാണ് വിശുദ്ധിയിൽ നടക്കാൻ. 4-ന്റെ 17 മുതൽ 5-ന്റെ 17 വരെയുള്ള വാക്യങ്ങൾ. ആ 4-ന്റെ 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുതെന്ന് പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. സോ വിശുദ്ധിയിൽ നടക്കേണ്ട അതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് അവിടെ നമ്മളെ പഠിപ്പിച്ചത്. സോ 4-ന്റെ 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ജാതികൾ എങ്ങനെ നടക്കുന്ന അങ്ങനെ നിങ്ങൾ നടക്കരുത്. 5-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൽ നടപ്പാൻ നമ്മളെ ഉപദേശിക്കുന്നു. പിന്നെ 5-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 5-ന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു വെളിച്ചത്തിന്റെ മക്കളായി നടപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു ശ്രദ്ധയോടെ നടപ്പാൻ. ഹല്ലേലൂയ, അല്ലെങ്കിൽ ജ്ഞാനത്തോടെ നടപ്പാൻ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. സോ അതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ന്റെ 18 മുതൽ 6-ന്റെ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഹല്ലേലൂയ, 5-ന്റെ 18 മുതൽ 6-ന്റെ 9 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് വാക്ക് ഇൻ ഹാർമണി. ഹല്ലേലൂയ, അത് ഉദ്ദേശിക്കുന്നത്, അവിടെ പ്രബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തൊരുമയോടെ നടപ്പാൻ. ആമേൻ. പരസ്പരം മനസ്സിലാക്കി നടപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സോ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നുവെങ്കിൽ, ഒരു ക്രിസ്തുവിൽ വസിക്കുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ പ്രദർശിപ്പിച്ച് കാണിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. സോ നമ്മൾ വായിച്ചതുപോലെ ഐക്യതയിൽ നടക്കുക, വിശുദ്ധിയിൽ നടക്കുക, മൂന്നാമത് ഹാർമണിയിൽ, ഒത്തൊരുമയിൽ നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. സോ 7-ന്റെ 18 മുതൽ നമുക്കൊന്ന് വായിക്കാം. 5-ന്റെ 18 മുതൽ എഫേഷ്യർ 5-ന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും നിൽക്കട്ടെ. ഹല്ലേലൂയ. സോ അവിടെ പറയാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എന്നാൽ അതിനോട് ചേർന്ന് പറയാണ് അങ്ങനെ നിങ്ങൾ നടക്കാതെ ഇങ്ങനെ നിങ്ങൾ നടക്കണം. സോ ഒരു കാര്യത്തെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം പറയുക പരിശുദ്ധാത്മാവോട് നമ്മളോട്. ഹല്ലേലൂയ, സ്തോത്രം. സോ വീഞ്ഞു കുടിച്ച് നടക്കുന്ന ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു. ആമേൻ. അവർ വീഞ്ഞു കുടിച്ച് അവരിൽ നിന്ന് കൺട്രോൾ മാറി വീഞ്ഞ് കൺട്രോൾ എടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സോ കൺട്രോൾ എടുത്തു കഴിയുമ്പോൾ അവർ പല പാട്ടുകൾ പാടും, പല കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിക്കാതെ ആത്മാവിൽ വീഞ്ഞ് നിറയുന്നത് പോലെ നിറഞ്ഞുകൊണ്ട് താഴെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, സോ ഈ ആത്മാവ് നിറഞ്ഞവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി Acts chapter 2 verse 13 through 15. Acts chapter 2 verse 13 through 15. ഇവർ പൊതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇതാരെ പറ്റിയാ പറയുന്നതെന്ന് അറിയാമോ? അപ്പോസ്തലന്മാർ മാളിക മുറിയിലിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി എന്ന് കണ്ട് അവർ അന്യഭാഷകൾ സംസാരിച്ച് പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മുഴക്കം കേട്ട് ജനം തടിച്ചുകൂടി അവരുടെ മധ്യയിലേക്ക് കയറി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അവരെന്നെ പറഞ്ഞെന്നറിയോ? ഇവർ വീഞ്ഞു കുടിച്ചവരാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സോ ഇവിടെ അതേ കമ്പാരിസൺ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ ആ വീഞ്ഞു കൊടുത്ത അതേ അനുഭവത്തിലാണ് ഇവർ നിൽക്കുന്നത് ഇപ്പൊ. സോ ജനം അങ്ങനെ കണ്ടിരിക്കുന്നത്, അവർ വീഞ്ഞു കുടിച്ചവരായിട്ടാണ് ജനം മനസ്സിലാക്കിയത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാണ് നീ ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സോ ആ ഒരു അനുഭവം വായിച്ചോട്ടെ മോനെ താഴോട്ട്. അവർ പൊതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു.
മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് 11 പേരോട് നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരെ യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ, രാവിലെ 9 മണി ആയിട്ടുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത്രയും രാവിലെ വെള്ളം അടിച്ച് വീഞ്ഞു കുടിച്ച് മത്തരായവരല്ല എന്നാണ് പത്രോസ് അവിടെ എഴുന്നേറ്റ് പറയുന്നത്. സ്തോത്രം. നമുക്ക് ആ ഭാഗത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് അത് അറിയാം. ഹല്ലേലൂയ. സോ ഇതാണ് അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സോ അവര് ജനം കണ്ടു ഇവർ ആത്മാവിൽ നിറഞ്ഞവരാണെന്ന് ഇവർക്കറിയാം. പക്ഷെ ജനം ഇവരെ ധരിച്ചത് എന്നതാ, അവർ വീഞ്ഞു കുടിച്ചവരായിട്ടാണ് മനുഷ്യർ കാണാൻ തുടങ്ങിയത്. സ്തോത്രം. എന്ന് വെച്ചാൽ അവരറിയാൻ മേലാത്ത ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അവർക്ക് തിരിച്ചറിയുന്നില്ല അവരെന്നാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. താഴോട്ട് പറയാണ്, അപ്പോസ്തലൻ പറയുന്നത്, താഴോട്ട് വായിക്കുകയാണ്, they were speaking the wonderful works of God. ഇവര് തിരിച്ചറിഞ്ഞു. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവർ തിരിച്ചറിയുക എന്നാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ മഹത്വകരമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ ഈ പറയുന്നവർക്ക് അറിയില്ല അവരെന്നാ പറയുന്നത്. പക്ഷെ കേട്ടവർ മനസ്സിലാക്കി ദൈവത്തിന്റെ മഹത്വകരമായ കാര്യങ്ങളാണ് പറയുന്നത്. വണ്ടർഫുൾ വർക്ക്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. സോ ഇവിടെ എഫേസ്യരുടെ ലേഖനത്തിൽ പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ചവരെ പോലെ ആകാതെ, എന്നാൽ അതേ സ്റ്റേറ്റിൽ നിങ്ങൾ ആകണം. എങ്ങനെ? ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് be filled with the spirit, speaking to one another. എന്നാൽ എങ്ങനെയാണെന്നറിയാമോ? സോ നമ്മൾ ഒത്തൊരുമയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ താഴോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ ഇവിടെ പറയാണ്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അന്യോന്യം സംസാരിക്കണം. എന്ത് സംസാരിക്കണം? അന്യോന്യം എന്താ സംസാരിക്കണ്ടേ? ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാട്ടെ. 5:18 മുതൽ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മളെല്ലാവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ സങ്കീർത്തനം നോക്കുന്നതും പാട്ടെടുക്കുന്നതും. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നത്, നീ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വേണം ഇവിടെ വരാൻ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വന്ന് തരാനായിട്ടല്ല. ആമേൻ, സ്തോത്രം. You have to be already filled with the spirit when you are coming together. ഹല്ലേലൂയ. നീ അന്യോന്യം സംസാരിക്കാൻ റെഡിയായി വരണമെന്ന് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് നിന്നെ ഒന്ന് പ്രബോധിപ്പിക്കാനുണ്ട്, നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനുണ്ട്, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആത്മാവിൽ നിറഞ്ഞവരുടെ പ്രത്യേകതകൾ എന്നാണ്. 1, ഹല്ലേലൂയ, അവർ സന്തോഷമുള്ളവരായിരിക്കും. സ്തോത്രം. 2, അവർ നന്ദിയുള്ളവരായിരിക്കും. 3, അവർ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സോ ഇവിടെ പറയാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ അന്യോന്യം എന്നാ പറയണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. ഹല്ലേലൂയ. പാടാൻ അറിയാമെങ്കിൽ സംസാരിച്ചാൽ മതിയെന്ന്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമുക്ക് പാട്ടിന്റെ ഋതത്തിലല്ല കാര്യം ഇരിക്കുന്നത്, ആത്മാവിന്റെ നിറവില കാര്യം ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പാട്ടിന്റെ ഋതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ജഡത്തിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാണ്, നീ ആത്മാവിൽ നിറഞ്ഞാൽ, സ്തോത്രം, അത് മറ്റുള്ളവർക്കും അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാൻ പോലെ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. നിൽക്കട്ടെ. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഫിലിപ്പിയർ 4:4 മുതലുള്ള വാക്യം. കർത്താവിൽ എപ്പോഴും ശ്രദ്ധിക്കണമേ. കർത്താവിൽ ആരല്ല സന്തോഷിക്കേണ്ടത്? ഹല്ലേലൂയ. സോ ദൈവത്തിന്റെ ആത്മാ പറയാണ്, മനുഷ്യരിലല്ല, കർത്താവിൽ വേണം സന്തോഷിക്കാൻ. എന്നിട്ട് പിന്നെ പറയാണ്, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. സോ സന്തോഷം ആത്മാവിൽ നിറഞ്ഞവന്റെ ആദ്യത്തെ പ്രത്യേകത, അവൻ എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സോ എങ്ങനെ സന്തോഷമുള്ളവനായിരിക്കും? കർത്താവിൽ സന്തോഷമുള്ളവനായിരിക്കും. ആമേൻ.
സോ അവൻ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ബേസ് ചെയ്തല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിൽ വേണം സന്തോഷിക്കാൻ. താഴോട്ട് വായിക്കാം. സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സന്തോഷിക്കുമ്പോൾ പ്രത്യേകത തന്നെ അവർ മറ്റുള്ളവർ കാണുന്നതെന്ന് അറിയാമോ? നമ്മുടെ സൗമ്യത. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമം വായിക്കുമ്പോൾ മോശെപ്പറ്റി തന്നെ എഴുതുക, ഇതുപോലെ സൗമ്യനായവൻ അന്ന് ജീവിച്ചിരുന്നില്ല, വേറെ ഒരുവൻ ഇരുന്നില്ല. ഹല്ലേലൂയ. ആരാന്നറിയാമോ? മോശ. ഒറ്റയടിക്ക് ഒരുതിനെ കൊന്നവനാണ്. ഈ സൗമ്യത, മീക്നെസ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സൗമ്യത എന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ മീക്നെസ് എന്ന. മീക്ക് എന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. 40 വർഷം എടുത്തു ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുന്നവനെ ദൈവം മെനഞ്ഞ് അവനെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്നു. എന്നിട്ടാണ് ദൈവവചനം പറയുക, അവനെ പോലെ മീക്കായവൻ, അവനെ പോലെ സൗമ്യനായവൻ ആ കാലത്ത് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. ഹല്ലേലൂയ. അത്രമാത്രം ശക്തിയും ധൈര്യവും കൃപയും കഴിവും അവനുണ്ടായിരുന്നു. But it took 40 years for God to bring it under control. Hallelujah. ആ മോശയോടാണ് ഫറവോന്റെ അടുത്ത് ചെന്ന് പറയാൻ പറഞ്ഞത്. ഫറവോൻ പറഞ്ഞു പറ്റില്ല. ആരെ ഈ ദൈവം എന്ന് ചോദിച്ചപ്പം മോശയൊന്നും പറയാൻ നിന്നില്ല, അടിക്കാനോ തൊഴിക്കാനോ നിന്നില്ല. സ്തോത്രം. You know why? Because it was brought under control. Hallelujah. So ഇവിടെ പറയാണ്, ആമേൻ. ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞ വാക്യം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എങ്ങനെ മറ്റുള്ളവർ സൗമ്യത അറിയുന്നത്? നമ്മൾ സന്തോഷിക്കുമ്പോൾ. ഹല്ലേലൂയ. ആരല്ല? കർത്താവിൽ സന്തോഷിക്കുമ്പോൾ. സ്തോത്രം. മറ്റുള്ളവർ നമ്മൾ ആ സന്തോഷം കണ്ടിട്ട് മനസ്സിലാക്കുന്നത് there is a strength that is be controlled in him. ഹല്ലേലൂയ. അവനിലുള്ള വീര്യം, അവനിലുള്ള ധൈര്യം, അവനിലുള്ള സന്തോഷം, ഹല്ലേലൂയ, ആ മിടുക്ക് എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചു, അവർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ മറ്റുള്ളവർ എന്നാ കണ്ടത്? അവർ വീഞ്ഞ് നിറഞ്ഞവരായിട്ട് കണ്ടു. സ്തോത്രം. നമ്മളിവിടെ സന്തോഷിക്കുമ്പോൾ കർത്താവ് ഇവിടെ പറയാണ്, സൗമ്യനായി മറ്റുള്ളവർ കാണുമെന്ന്. വായിച്ചാൽ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുമണി പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, കർത്താവിന്റെ വരവ് അടുക്കും തോറും ഹല്ലേലൂയ നമ്മൾ ആ സത്യത്തിലേക്ക് കൊണ്ടുവരണമേ. ഹല്ലേലൂയ. സ്തോത്രം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യാശയായിരിക്കണം അത്. എന്റെ കർത്താവ് വരാറായി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഇല്ലാത്തൊരു ക്രിസ്ത്യാനി അല്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാവരും കല്യാണം കഴിച്ചവരാ. സോ ഒരാൾ കല്യാണം കഴിക്കാൻ പോവാണ്. സോ നമുക്കറിയാം, നമ്മൾ ഒരു വീട്ടിൽ നിന്ന്, പാപ്പച്ചാൻ ഈ കാര്യം നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാ, നമ്മൾ വീട്ടിൽ നിന്ന് വേറൊരിടത്തേക്ക് പോയിട്ട് വരുന്നതിനും വരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ ഭവനത്തെ പറ്റിയുള്ള ചിന്തയാണ്. ആമേൻ. ഹല്ലേലൂയ. സോ യേശുവിനെ പറ്റിയുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആമേൻ. എന്റെ യേശു എപ്പോഴാ വരുന്നത്, എന്റെ യേശു എപ്പോഴാ വരുന്നത്, എന്റെ ഭർത്താവ് എപ്പോഴാ വരുന്നതെന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ മുമ്പത്തെ പടിയനായിരിക്കും അറിയുമോ? ഞാൻ സന്തോഷിക്കണം. ഹല്ലേലൂയ. നാട്ടു വായിക്കുമ്പോൾ അത് തന്നെ, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. ഈ സന്തോഷമുള്ളവന്റെ ഒരു പ്രത്യേകത, ആത്മാവിൽ നിറഞ്ഞവന്റെ ഒരു പ്രത്യേകത, അവനൊന്നും വിചാരമില്ല. സ്തോത്രം. ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഹല്ലേലൂയ. നമ്മൾ 5 മിനിറ്റ് നമ്മൾ സന്തോഷമുള്ളവരാണെങ്കിൽ 1 മണിക്കൂർ നമ്മൾ പല കാര്യങ്ങളെ പറ്റി വിചാരപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇത് പറയുന്നത് 1 Corinthians chapter 3 verse 1 onwards. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. നമുക്ക് തിരിച്ചെന്നിട്ട് ഫിലിപ്പിയിലേക്ക് പോകണം. വായിച്ചാട്ടെ. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ആത്മീയ വരങ്ങളാൽ നിറഞ്ഞു നിന്നവരാണ്, പ്രവചനത്താൽ നിറഞ്ഞു നിന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് ഒരു ക്രിസ്ത്യൻ സഭയിൽ വേണ്ട സകല കാര്യങ്ങളും നിറഞ്ഞു നിന്നവരാണ്. അവരോട് പൗലോസ് പറയാണ്, ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ജഡികന്മാരോട് സംസാരിച്ചതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ബിക്കോസ് നിങ്ങൾ ആത്മീക ആയ കാര്യങ്ങൾ നിങ്ങൾ
ഞാൻ ഒന്നും കണ്ടില്ല എന്ന്. സ്തോത്രം. എന്ന് വെച്ചാൽ ആത്മാവിൽ നിറഞ്ഞത് കൊണ്ടോ അന്യഭാഷയെ സംസാരിച്ചത് കൊണ്ടോ പ്രവചിക്കുന്നത് കൊണ്ടോ നീ ഒരു ആത്മീകനായില്ല എന്ന്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അല്ലല്ലോ, യഥാർത്ഥ വായിക്കാൻ എന്റെ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ല പാലത്രേ. സോ ജഡീകന്മാർക്ക് എന്നാ കൊടുക്കണമെന്ന് അറിയാമോ? പാല് കൊടുക്കുന്നത്. സ്തോത്രം. സോ പാല് കുടിക്കും, നമ്മൾ എല്ലാവരും പാല് കുടിക്കുന്ന ആ സ്റ്റേജിലാണ് നിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ജഡീകരാണ്. പക്ഷെ നമ്മൾ ധരിക്കുക നമ്മൾ ആത്മീകരാണ്. ആമേൻ. സ്തോത്രം. താഴോട്ട് വായിക്കും. പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നുവല്ലോ. വായിച്ചാട്ടെ. ഇപ്പോഴും കഴിവായിട്ടില്ല. ഹല്ലേലൂയ. സോ പൗലോസ് അവിടെ പറയാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഭക്ഷണം തിന്നാൻ പറ്റുമെന്ന്? അതിനുള്ള പ്രായവും അതിനുള്ള പക്വതയൊക്കെ നിങ്ങൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് അതായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങൾ ജഡീകരാണ്. കാരണം എന്നാണെന്നറിയാം? താഴോട്ട് വായിക്കാം. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. അതിന്റെ കാരണങ്ങൾ പറയാം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നടക്കുന്നവരുമല്ലോ. ഹല്ലേലൂയ. ആരോടെ പറയുന്നെന്ന് ഓർക്കണം? ആത്മീയ വരങ്ങളാൽ നിറഞ്ഞു നിന്നവരോട്. സ്തോത്രം. സോ അവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കുകയാണ്. അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ പ്രവചിക്കുന്നത് കൊണ്ടോ ഡിസേൺമെന്റ് ചെയ്യുന്നത് കൊണ്ടോ നീ ഒരു ആത്മീകനായില്ല. ഹല്ലേലൂയ. സ്തോത്രം. സോ പറഞ്ഞു വന്നത് നമുക്ക് തിരിച്ച് ഫിലിപ്പിയർ ലേഖനത്തിലേക്ക് പോവാം. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും. അതിന് മുമ്പത്തെ വാക്കുകൾ വായിച്ചാട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, be anxious for nothing but in everything by prayer and supplication with thanksgiving let your request be made known to God. Hallelujah. So നമുക്ക് ഏത് വിഷയം ഉണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നു എങ്ങനെ? അതിനെപ്പറ്റി വിചാരപ്പെടരുത്. സോ വിചാരപ്പെട്ടാൽ നമുക്ക് എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ സന്തോഷം പോകും അല്ലെ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ജഡീകരാണെന്ന് പരിശുദ്ധാത്മ ഇവിടെ കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. സോ ആ ജഡീകത്തിൽ നിന്നും നല്ല ഭക്ഷണം കഴിക്കാനായിട്ടാണ് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സോ ഇവിടെ പറയാണ്, be anxious for nothing. ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം നമ്മൾ വായിച്ചത്, കർത്താവ് വരാറായി. ആമേൻ. സോ കർത്താവ് വരാറായി എന്നുള്ള ഉറപ്പുള്ളവൻ മുമ്പിലുള്ളതിനെ പറ്റി വിചാരപ്പെടില്ല. സോ അവനെ ഉറപ്പ് കൊടുക്കുന്നത്, വിചാരപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കുക, കർത്താവ് വരാറായി. ആമേൻ. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? കർത്താവ് വരാറായെന്ന് നമുക്ക് പ്രത്യാശയുണ്ടോ? നമ്മളിവിടെ പ്ലാൻ ചെയ്യാം 10 വർഷത്തിന് ശേഷം നമ്മൾ എന്നാ ചെയ്യുമെന്നല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ കർത്താവ് നാളെ വരാനും ചാൻസ്, ഇന്നിപ്പം വരാനും ചാൻസ്. ആമേൻ. ഹല്ലേലൂയ. ലോകം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാണ്, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ബട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും അപേക്ഷയാലും പ്രാർത്ഥനയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ട. അടുത്ത വാക്യങ്ങൾ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ശ്രദ്ധിക്കണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നല്ല അവിടെ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഉത്തരം തരുമെന്നല്ല അവിടെ പറഞ്ഞേ. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ആകാംക്ഷ വരാതിരിക്കാൻ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഇത് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് എന്നാ ചെയ്തെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തിലേക്ക് അവനൊരു സമാധാനം അങ്ങയക്കും. സ്തോത്രം. നമ്മൾ അന്നേരം വിചാരങ്ങളിൽ നിന്ന് പുറകോട്ട് മാറി സന്തോഷിക്കാൻ തുടങ്ങും. സ്തോത്രം. നന്ദിയുള്ളവരായി തീരും. തിരിച്ച് എഫേസ്യരിലേക്ക് പോകാം. ക്രിസ്തുവിന്റെ ഭയത്തിൽ 20-ാം വാക്യം വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മളിപ്പോ ഫിലിപ്പിയർ ലേഖനം കണ്ടു. നമ്മൾ സ്തോത്രം
സ്തോത്രത്തോടു കൂടി നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. സോ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ വായിച്ച് സന്തോഷിക്കണം. 2, നന്ദിയുള്ളവരായിരിക്കണം. ബാക്കി താഴോട്ട്. ക്രിസ്തുവിന്റെ ഭയത്തിൽ ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടും ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എനിക്ക് ബെന്നിയോടുള്ള ഭയത്തിലല്ല, എനിക്ക് കർത്താവിനോടുള്ള ഭയത്തിൽ ബെന്നിയോട് ഞാൻ കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഇപ്പം നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരായ ആണ്. സോ നമ്മുടെ ജോലികളിൽ നമ്മളെ മുകളിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കാം, ചിലപ്പോൾ കഴിവില്ലാത്തവരായിരിക്കും. ആമേൻ. ഒന്നിനും കൊള്ളല്ലാത്തവരാണെങ്കിൽ നമ്മുടെ മുകളിൽ നിന്നാൽ നമ്മൾ എന്താ ചെയ്യും? സ്റ്റിൽ നമ്മൾ അവർക്ക് കീഴ്പ്പെടും, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. സോ ദൈവത്തിന്റെ ആത്മാ ഇവിടെ പറയാണ്, നീ കർത്താവിനെ കണ്ടിട്ട് വേണം അന്യോന്യം കീഴ്പ്പെടാൻ. സ്തോത്രം, ഹല്ലേലൂയ. സോ കർത്താവിനെ പിക്ചറിൽ ഉണ്ടെങ്കിൽ ഞാൻ കീഴ്പ്പെടാനായിട്ട് ബുദ്ധിമുട്ടും. ഉദാഹരണത്തിന് ആ കീഴ്പ്പെടുന്ന ആ വാക്ക് സബ്മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: maintaining an attitude of loving concern for one another strips the authority of its rights. അധികാരമുണ്ടെങ്കിലും സ്നേഹത്തിലാണ് നീ കീഴ്പ്പെടുന്നുവെങ്കിൽ അതിന്റെ അവകാശങ്ങൾ മാറ്റി നിർത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 2, എന്നിട്ട് പറയുന്നു, also strips submission of his humility. സബ്മിഷൻ, നമ്മൾ കീഴ്പ്പെടുമ്പോൾ അതിനകത്ത് താഴ്മയുടെ ആ പ്രശ്നം മാറിപ്പോവുകയും ചെയ്യുമെന്ന്. എങ്ങനെയാണെന്നറിയാമോ? സ്നേഹത്തിൽ നീ കൈകാര്യം ചെയ്യും. സോ നമ്മുടെ ശ്രദ്ധ കർത്താവിലാണെങ്കിൽ, നമ്മുടെ സ്നേഹം കർത്താവിനോടുണ്ടെങ്കിൽ അങ്ങോട്ടും അത് ബാധകമാകുമാണ്. സ്തോത്രം. നമുക്ക് അങ്ങോട്ടില്ലാത്തതാണ് നമ്മൾ ഇങ്ങോട്ട് ശ്രമിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ തെളിയിച്ചു തരാം. 2 Peter chapter 1 അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ചു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും. ശ്രദ്ധിക്കണമേ, പരിജ്ഞാനത്തോട് എന്നാ ചേർക്കണമെന്നാ പറയുന്നത്? ഇന്ദ്രിയ ജയവും. ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. സോ ഓരോ പടിയായിട്ട് ഇത് ചേർക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്നാ ശ്രമിക്കുന്നത് അറിയോ? സഹോദര അല്ല, നമ്മൾ ഏറ്റവും സ്നേഹം ഏറ്റവും അവസാനത്തെ വാക്ക് ഏതായിരുന്നു? സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. സഹോദര പ്രീതിയോട് സ്നേഹം കൂട്ടി നമ്മൾ അവിടാണ് ശ്രമിക്കുന്നത്. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂട്ടി ചേർക്കുന്നില്ല. സ്തോത്രം. അല്ല, അവിടെ മുമ്പ് പറയണം, ഭക്തിയോട് സഹോദര പ്രീതി ചേർക്കണം. ആമേൻ. സോ ഭക്തി എന്ന് വെച്ചാൽ അത് ദൈവത്തോടുള്ളതാണ്. അതിനോട് ചേർത്ത് ആണ് അടുത്ത ഭാഗം ചേർക്കുന്നത് സഹോദര പ്രീതി. അതിനോട് ചേർക്കുകയാണ് സ്നേഹം. ഹല്ലേലൂയ. ആ പാതാളോട് വായിച്ചാട്ടെ. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. നിഷ്ഫലമുള്ളവരായിരിക്കുകയുമില്ല എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, for he who lacks these things is short sighted. ഹല്ലേലൂയ. അവന് ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് എനിക്ക് ദൂരെയുള്ളത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ മെഡിക്കൽ ടേംസിൽ അത് ഷോർട്ട് സൈറ്റഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് അടുത്തുള്ളത് കാണാമെന്ന്. സോ ഇവിടെ പറയാണ്, ഈ കാര്യങ്ങൾ നീ ലാക്ക് ചെയ്യുന്നുവെങ്കിൽ, ഇത് നിനക്ക് കൂട്ടി ചേർക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നിനക്ക് മുമ്പിലുള്ളത് ദൂരെയുള്ളത് നിനക്ക് കാണാൻ ബുദ്ധിമുട്ട് വരുന്നു. സ്തോത്രം. എന്നിട്ട് പറയാണ്, ഈവൻ ടു ബ്ലൈൻഡ്നെസ്. അങ്ങനെ പതുക്കെ നീ കാഴ്ചയില്ലാത്തവനായി തീരുന്നു. സ്തോത്രം. എന്നിട്ട് പറയുന്നു, and has forgotten that he has been cleansed from his old sins. അവൻ മറന്നുപോയി അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു. ഹല്ലേലൂയ. സോ കർത്താവിലേക്ക് നമുക്ക് ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ
സഹോദരനോട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. സോ കർത്താവിനോട് നമ്മൾ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യനോട് കീഴ്പ്പെടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു വരുന്നത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. സോ താഴോട്ട് പറയുകയാണ് ഇനി 21 വാക്യം മുതൽ 6:9 വരെ പല കാര്യങ്ങളും പറയുന്നു. ഭാര്യ ഭർത്താവിനോട് കീഴ്പ്പെട്ടിരിക്കണം, ചർച്ച് ദൈവസഭ കർത്താവിനോട് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ആണ് ചെയ്യേണ്ടത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. സോ താഴോട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ എന്നിട്ട് പറയാണ് 6-ാം അധ്യായത്തിൽ പറയുന്നു മക്കൾ പേരൻസിനെ അനുസരിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. സോ ഇതെല്ലാം കീഴ്പ്പെടുന്നതിന്റെ ആലോചനയിൽ വരുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഇതിനെല്ലാം അടിസ്ഥാനം എന്നാണെന്നറിയുമോ? ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. കർത്താവിനോടുള്ള ഭയത്തിന് ബേസ് ചെയ്തിരിക്കും താഴോട്ടുള്ള കീഴ്പ്പെടലുമുള്ള. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വായിക്കുകയാണ് ഒരു എംപ്ലോയി ഒരു എംപ്ലോയറിനെ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം, അവന്റെ മനോഭാവം എന്തായിരിക്കണം. ഇതിനകത്ത് എല്ലാം അംശങ്ങൾ എന്നാണെന്നറിയാമോ? ക്രിസ്തു ഉള്ള ഭാഗമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചേച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഒന്ന് വായിച്ച മോനെ. ഭാര്യമാരെയും കർത്താവിന് എന്ന പോലെ ശ്രദ്ധിക്കണമേ, അവിടെ പറയണം കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഇനി 25-ാം വാക്യം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. നിൽക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും 6:1 മക്കളെ നിങ്ങൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും. ഹല്ലേലൂയ. ഇനി താഴോട്ട്. അത് ന്യായമല്ലോ, നിനക്ക് നന്മയുണ്ടാകുവാനും മതി. നിൽക്കട്ടെ. 5-ാം വാക്യം. ദാസന്മാരെ ജനപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുക. ശ്രദ്ധിക്കണമേ. സോ ഈ മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിലും കർത്താവിനെ മുന്നിൽ നിർത്തിയാൽ ഈ റിലേഷൻഷിപ്പ് എല്ലാം സന്തോഷമാവും, അനുഗ്രഹമാവും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനം എന്നാ വേണ്ടെന്നറിയാമോ? ആത്മാവിൽ നിറയാൻ. ആമേൻ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നന്ദിയുള്ളവനായി അന്യോന്യം കീഴ്പ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. Man, it is difficult. ഹല്ലേലൂയ. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നടക്കുള്ള കാര്യമാണോ? ഹല്ലേലൂയ. നമ്മളുടെ മാനുഷിക രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇംപോസിബിൾ. ഹല്ലേലൂയ. പക്ഷേ ആത്മാവിന് കീഴ്പ്പെടുക എന്ന വാക്കിന്റെ ആ ഭാഗം എന്നാണെന്നറിയാമോ? ഗിവിംഗ് യുവർ സെൽഫ് അണ്ടർ ദ ഹോളി സ്പിരിറ്റ്. ഗിവിംഗ്, നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഏൽപ്പിക്കുക. സ്തോത്രം. അത് ബൈ ചോയ്സ്. ദാറ്റ് ഈസ് ബൈ ചോയ്സ്. അത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആമേൻ. ഹല്ലേലൂയ. സോ ഞാൻ ദൈവത്തിന്റെ ആത്മാവിന് എപ്പോഴും കീഴ്പ്പെട്ട് നിന്നോളാം എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടെങ്കിൽ കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നു? ആമേൻ. സോ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ ദേശത്ത് നമ്മളെ നിർത്തിയിരിക്കുന്നതിന്റെ പ്രത്യേകതകൾ ഹല്ലേലൂയ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. ഇവനിൽ താഴ്മയുണ്ട്. ഹല്ലേലൂയ. He's a meek person. ഹല്ലേലൂയ എന്ന് മറ്റുള്ളവർ പറയാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നതാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.